പത്തനംതിട്ട കൂടൽ ബൗക്കോ ഔട്ട്ലെറ്റിൽ നിന്ന് ജീവനക്കാരൻ ലക്ഷങ്ങൾ തട്ടിയത് ഓൺലൈൻ റമ്മി കളിക്കെന്ന് കണ്ടെത്തൽ. 81.6 ലക്ഷം രൂപയാണ് ക്ലർക്ക് അരവിന്ദ് കവർന്നത്. അരവിന്ദിന്റെ 2 ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചു. റമ്മികളി വഴി ലഭിച്ച തുക യശ്വന്ത്പൂർ സ്വദേശികളായ 2 പേരുടെ അക്കൗണ്ടുകളിലേക്കാണ് പോയത്. പ്രതി അരവിന്ദിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് ഈ അരവിന്ദനെ പറ്റി പോലീസ് പറയുന്നത്? കൊല്ലം സ്വദേശിയാണ് അരവിന്ദ്. അരവിന്ദ് ഇവിടെ ക്ലർക്കാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. എന്തായാലും കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു പരാതി ലഭിക്കുന്നത്. 81.6 ലക്ഷം രൂപ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കൂടൽ ബെവ്കോയിൽ നിന്ന് എന്ന പരാതി മാനേജർ നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഓൺലൈൻ റമ്മി കളിക്കാനായാണ് ഈ കൊല്ലം സ്വദേശിയായ അരവിന്ദ് ഈ പണം ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും നിർണായകമായ ഏറ്റവും പുതിയ വിവരം ഈ യശ്വന്ത്പൂർ സ്വദേശികളായ 2 പേരുടെ അക്കൗണ്ടുകളിലേക്ക് പണം പോയിട്ടുണ്ട് എന്നാണ്. അതായത് ഇതിൽ നിന്ന് ലാഭവും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പണം യശ്വന്ത്പൂർ സ്വദേശികളുടെ അക്കൗണ്ടിലേക്ക് അരവിന്ദ് അടച്ചിട്ടുണ്ട് എന്നും വളരെ കൃത്യമായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. ഈ കേസിൽ കൃത്യമായ രീതിയിൽ ബെവ്കോയിലെ ഈ ഒരു കൃത്യവിലോപം കാണിച്ച മാനേജർ അടക്കമുള്ള ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് ബെവ്കോ കടന്നിട്ടുണ്ട്. എന്തായാലും അരവിന്ദിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇയാളുടെ ഫോൺ ഓൺ ആണെങ്കിലും വീട്ടിൽ വെച്ച് എങ്ങോട്ടോ മുങ്ങി എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസ് പറയുന്നത്. കോന്നി ഡിവൈഎസ്പി രാജപ്പൻ റാവുത്തറാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രതി ഉടൻ വലയിലാകുമെന്ന് തന്നെയാണ് ഡിവൈഎസ്പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.